നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, മൂന്നാം ലോക മഹായുദ്ധം ഉടൻ ആരംഭിക്കുമോ എന്ന്. പക്ഷെ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് സൈനിക വിശകലന വിദഗ്ധർ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. മൂന്നാം ലോക മഹായുദ്ധം വേൾഡ് വാർ 3 നമ്മൾ അറിയാതെ ഇതിനോടകം ആരംഭിച്ചോ എന്ന്. കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളല്ല ഇന്ന് ലോകത്ത് നടക്കുന്നത്. 50-ലധികം രാജ്യങ്ങൾ 3 വൻ കരകളിലായിട്ട് പരോക്ഷമായോ നേരിട്ടോ ഇന്ന് യുദ്ധത്തിൽ പങ്കാളികളാണ്. ഒരു വശത്ത് യൂറോപ്പിലെ ഏറ്റവും വലിയ യുദ്ധമായ റഷ്യ യുക്രൈൻ പോരാട്ടം, മറുവശത്ത് മധ്യപൂർവേഷ്യയിൽ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള കടുത്ത പോരാട്ടവും ആഗോള സപ്ലൈ ചെയിൻ തകർച്ചയും. ഇത് കേവലം വിദേശത്തുള്ള ഏതോ 2 കൂട്ടരുടെ പോരല്ല. നാളെ നമ്മുടെ അടുക്കളയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ വരെ സ്വാധീനിക്കാവുന്ന ഒന്നാണ്. എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് നോക്കാം. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 1-2 ലോകമഹായുദ്ധങ്ങൾ എന്ന് പറയുന്നത് കേവലം മരണസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം അളന്ന ഒന്നല്ല. ഒരു പ്രാദേശിക പ്രശ്നം സഖ്യകക്ഷികൾ മുഖേന ലോകം മുഴുവൻ പടരുകയും സാധാരണക്കാരുടെയും രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളെയും വ്യവസായങ്ങളെയും പൂർണ്ണമായി അതിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ ലോകമഹായുദ്ധം വേൾഡ് വാർ എന്ന് വിളിക്കുന്നത്. 1914 സരാജോവോയിൽ നടന്ന ഒരൊറ്റ കൊലപാതകമാണ് സഖ്യകക്ഷികളുടെ ഉടമ്പടികൾ കാരണം 1-ാം ലോക മഹായുദ്ധമായി മാറിയത്. ഇന്ന് ലോകം നിൽക്കുന്നത് അതിലും വലിയൊരു ഡിജിറ്റൽ സൈനിക സാമ്പത്തിക ശൃംഖലയിലാണ്. ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് ആൻഡ് ടെക്നോളജി. അതുകൊണ്ട് തന്നെ കിഴക്കൻ യൂറോപ്പിൽ വീഴുന്ന ഒരു ബോംബ് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷയെയും ഏഷ്യയിലെ സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്നു. ഇന്നത്തെ ഈ ആഗോള സംഘർഷത്തിന് പിന്നിൽ പ്രധാനമായും 2 കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് യൂറോപ്യൻ റൂട്ട്, യുക്രൈൻ റഷ്യ യുദ്ധമാണ്. 1945 ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധമാണിത്. യുക്രൈന്റെ 1/5 ഭാഗവും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. 2026ഓടെ വെടിനിർത്തൽ ചർച്ചകൾ പലതവണ നടന്നെങ്കിലും ദിവസങ്ങൾക്കകം അതെല്ലാം തകരുകയാണ് ഉണ്ടായത്. ഉത്തര കൊറിയൻ ആയുധങ്ങളും നേറ്റോ രാജ്യങ്ങളുടെ പണവും ആയുധങ്ങളും ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത് മധ്യപൂർവേഷ്യൻ റൂട്ട്, US ഇസ്രായേൽ വേഴ്സസ് ഇറാൻ. US ഇസ്രായേൽ സേനകൾ നടത്തുന്ന സംയുക്ത ആക്രമണങ്ങളും ഇറാൻ തിരിച്ചു നടത്തുന്ന മിസൈൽ ഡ്രോൺ അറ്റാക്കുകളും മേഖലയെ കലുഷിതമാക്കിയിരിക്കുന്നു. ലോകത്തെ വൻകിട എണ്ണക്കടത്ത് നടത്തുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായി സ്തംഭനാവസ്ഥയിലാണ്. കപ്പൽ ഗതാഗതം 90% ഇടിഞ്ഞു. ഇവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ഈ 2 യുദ്ധങ്ങൾ കേവലം 4-5 രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ 3 വൻ കരകളിലായിട്ട് 50-ലധികം രാജ്യങ്ങളാണ് നിലവിൽ ഈ പോരാട്ടങ്ങളിൽ പരോക്ഷമായിട്ട് പങ്കാളികളായിരിക്കുന്നത്. യുക്രൈന്റെ പിന്തുണയുമായി 30-ലധികം നേറ്റോ രാജ്യങ്ങളും മറ്റ് സഖ്യകക്ഷികളും ആയുധങ്ങൾ എത്തിക്കുമ്പോൾ റഷ്യയ്ക്ക് സഹായവുമായി ഉത്തര കൊറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ അണിനിരക്കുന്നു. ആഫ്രിക്കയിലെ സബ് സഹാരൻ മേഖലകളിൽ പോലും റഷ്യൻ വാഗ്നർ ഗ്രൂപ്പുകളും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പ്രോക്സി പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളും വ്യാപാര തടസ്സങ്ങളും കാരണം ഒട്ടും ബന്ധമില്ലാത്ത ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ പോലും പണപ്പെരുപ്പത്തിൽ തകരുകയാണ്. ഇതൊക്കെ ദൂരെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? 1. എണ്ണവില കുതിച്ചുയരും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ അത് ഗുരുതരമായിട്ട് ബാധിക്കും. പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. 2. വ്യാപാര തടസ്സങ്ങൾ. ചരക്കുകൂലിയും ഇൻഷുറൻസ് പ്രീമിയവും ഇരട്ടിയാകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ സാരമായിട്ട് ബാധിക്കും. 3. ഡിപ്ലോമാറ്റിക് പ്രഷറുണ്ട്. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളും മറുവശത്ത് റഷ്യ, ചൈന അച്ചുതണ്ടും ശക്തമാകുമ്പോൾ നിഷ്പക്ഷ നിലപാട് തുടരുന്നത് ഇന്ത്യക്ക് വലിയ നയതന്ത്ര വെല്ലുവിളിയാകും. ചുരുക്കി പറഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ സിനിമകളിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അണുബോംബിടുന്ന ഒന്നായിരിക്കില്ല. പകരം സാമ്പത്തിക തകർച്ചകളിലൂടെയും പ്രോക്സി യുദ്ധങ്ങളിലൂടെയും ആഗോള വിതരണ ശൃംഖലകൾ തകർന്നുകൊണ്ടുമാണ് അത് പുരോഗമിക്കുന്നത്. ലോകം ഇപ്പോൾ സഞ്ചരിക്കുന്നത് വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിലൂടെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.